നമസ്കാരം, ന്യൂസ് 11:30 സ്വാഗതം. മന്നലാംകുന്ന് ബീച്ചിൽ ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചത് നാട്ടുകാരിൽ പരിഭ്രാന്തി പരത്തി. വ്യാഴാഴ്ച രാത്രി 10-നാണ് സംഭവം. തീ ആളി കത്തുന്നത് കണ്ട് നാട്ടുകാർ ഗുരുവായൂർ ഫയർഫോഴ്സിൽ വിവരമറിയിച്ചു. തുടർന്ന് സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീയണച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സിജിൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ദീപു, കിഷോർ, സുമൻ, സതീഷ് കുമാർ, PK ജോയ്, ആനന്ദ് എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ വാർഷിക പെരുന്നാളും പരിശുദ്ധ ഗീവർഗീസ് ദിദിയൻ ബാവായുടെ ഓർമ്മ പെരുന്നാളും വെള്ളി ശനി ദിവസങ്ങളിൽ ആഘോഷിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 6:45-ന് സന്ധ്യാ നമസ്കാരം, തുടർന്ന് കൊടിയും കുരിശുമായി പെരുന്നാൾ പ്രദക്ഷിണം പട്ടാമ്പി റോഡ്, മോസ്കോ റോഡ്, ഫയർ സ്റ്റേഷൻ റോഡ്, പാലസ് റോഡ് വഴി പള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് ആശീർവാദവും ദേശക്കാരുടെ വാദ്യാഘോഷങ്ങളും ഉണ്ടായിരിക്കും. ശനിയാഴ്ച രാവിലെ 7:30-ന് പ്രഭാത നമസ്കാരം, 8:30-ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, 10:30-ന് സ്നേഹവിരുന്ന്, വൈകിട്ട് 4-ന് ദേശക്കാരുടെ വാദ്യാഘോഷങ്ങൾ പള്ളിക്ക് മുന്നിൽ നടക്കും. തുടർന്ന് 5:30-ന് സമാപന പ്രദക്ഷിണം, പൊതുസദ്യ എന്നിവയും ഉണ്ടാകും. വികാരി ഫാദർ ജോസഫ് ജോസ്, കൈക്കാരൻ TM വർഗീസ്, സെക്രട്ടറി സിഞ്ചു സജിൻ എന്നിവർ പെരുന്നാൾ പരിപാടികൾക്ക് നേതൃത്വം നൽകും. ഗുരുവായൂരിലെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. പകൽ വീട്ടിൽ നടന്ന ആഘോഷ പരിപാടികൾ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ C പ്രേമാനന്ദകൃഷ്ണൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് RV അലി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PP വർഗീസ്, ജോർജ് പോൾ നീലങ്കാവിൽ, അനിൽ കല്ലാറ്റ്, ഇന്ദിര സോമസുന്ദരൻ, നിർമ്മല നായ്ക്കത്ത്, PI സൈമൺ തുടങ്ങിയവർ സംസാരിച്ചു. അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ബൈക്കുകൾ കൂട്ടിയിടിച്ച് കൂറ്റനാട് സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. നൊട്ടത്തുവളപ്പിൽ 34 വയസ്സുള്ള പ്രതീഷ് പരമേശ്വരനാണ് മരിച്ചത്. കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപം വ്യാഴാഴ്ച രാത്രി 10:15-ഓടെയായിരുന്നു അപകടം. അഞ്ഞൂറോട് പെട്രോൾ പമ്പിന് സമീപം കാറുകൾ കൂട്ടിയിടിച്ച അപകടം. കുന്നംകുളം ഭാഗത്തു നിന്നും വന്നിരുന്ന സ്വിഫ്റ്റ് കാറും എരമംഗലം ഭാഗത്തു നിന്നും വന്നിരുന്ന മാരുതി പ്രോൺസ് കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്കേറ്റ സ്വിഫ്റ്റ് കാറിലെ യാത്രികനായ അയിരൂർ തെക്കന്തയം സ്വദേശി വിനായിനി ഹൌസിൽ ഷെനീബിനെ കുന്നംകുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. 4 ദിവസമായി നടക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കുന്നംകുളം സെന്റർ കൺവെൻഷന് തുടക്കമായി. വ്യാഴാഴ്ച വൈകിട്ട് 7-ന് സഭയുടെ പോർക്കുളത്തുള്ള രഹബോത്ത് നഗറിൽ നിലമ്പൂർ ക്രിസ്ത്യാനി ബീറ്റ്സിന്റെ സംഗീത ശുശ്രൂഷയോടെയാണ് കൺവെൻഷൻ ആരംഭിച്ചത്. സഭയുടെ ഗോൾഡൻ ജൂബിലി കൺവെൻഷൻ കുന്നംകുളം സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സാം വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റർ K സാമുവൽ അധ്യക്ഷത വഹിച്ചു. വിവിധ ദിവസങ്ങളിലായി പാസ്റ്റർമാരായ ജോൺസൺ ഡാനിയൽ, വർഗീസ് എബ്രഹാം, ഫെയ്ത്ത് ബ്ലസൻ, റിജി മാത്യു എന്നിവർ വചനപ്രഘോഷണം നടത്തും. ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി ജനുവരി 3-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സാം വർഗീസ് അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ ജൂബിലിയുടെ ഭാഗമായി പുറത്തിറക്കുന്ന സോവനിയറിന്റെ പ്രകാശനം MP നിർവഹിക്കും. 4-ാം തീയതി വിശുദ്ധ സംയുക്ത യോഗത്തിന്റെ കൺവെൻഷൻ സമാപിക്കും. 4 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ പരിപാടികൾക്ക് സെന്റർ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ KA വർഗീസ്, സെക്രട്ടറി പാസ്റ്റർ MR ബാബു, ട്രഷറർ ബ്രദർ TK ജോൺസൺ, ജോയിന്റ് സെക്രട്ടറി ബ്രദർ PK ദേവസി, പബ്ലിസിറ്റി കൺവീനർ പാസ്റ്റർ CK കൊച്ചുണ്ണി എന്നിവർ നേതൃത്വം നൽകും. ദൈവത്തിന്റെ കൈപ്പണിയായ മനുഷ്യൻ, ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിർമ്മിച്ച മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ അകന്നു പോയപ്പോൾ ദൈവത്തിനുണ്ടായ അതീവമായ ഹൃദയവ്യഥകൾ നമുക്കറിയാം. നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ സമുദ്ധരിക്കുവാൻ പാപമെന്ന സമൃദ്ധമായ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം വരുത്തി പാപനിമിത്തം ദൈവമായുള്ള ബന്ധമറ്റുപോയ മനുഷ്യനെ പവിത്രനാക്കി ശുദ്ധരാക്കി ദൈവത്തോട് അടുപ്പിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. നെല്ലുവായ് ഏകാദശി മഹോത്സവത്തോടനുബന്ധിച്ച് കടലാസ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞ ക്ഷേത്ര പരിസരം എരുമപ്പെട്ടി പഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾ ശുചീകരിച്ചു. VK ബിനിഷ, CS സജനത്ത്, VK സഫിയ, KG ബാബിത, KT ജാനകി എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊച്ചനാംകുളങ്ങര ക്ഷേത്രത്തിന് സമീപം ഒലക്കാങ്കിൽ ഫ്രാൻസിസ് നിര്യാതനായി. 72 വയസ്സായിരുന്നു. മാർഗറ്റ് ഭാര്യയാണ്. ജിഷ, ജിസ്മി എന്നിവർ മക്കളാണ്. സംസ്കാരം നടത്തി. കോട്ടോൾ ചെറുവത്തൂർ കൊച്ചുകുഞ്ഞൻ ഭാര്യ സാറാമ നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്നു. ബീന, ബിജു എന്നിവർ മക്കളാണ്.
പെരുമ്പിലാവ് പുത്തൻകുളം പണിക്കെ വീട്ടിൽ ഖാദർ നിര്യാതനായി. 69 വയസ്സായിരുന്നു. ഖബറടക്കം പെരുമ്പിലാവ് സെന്റർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ഫാത്തിമയാണ് ഭാര്യ. മുഹമ്മദ് ഷാഫി, മുഹമ്മദ് റഷീദ് എന്നിവർ മക്കളാണ്. തലക്കോട്ടുകര നീലങ്കാവിൽ തോമ ഔസേപ്പ് നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളിയിൽ നടക്കും. മറിയം ഭാര്യയും ഷാജു, പരേതയായ ഷാലി, ഷാബു എന്നിവർ മക്കളുമാണ്. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.